നമ്മൾ കുറ്റപ്പെടുത്തി കൊടുക്കുന്ന കാര്യം നമുക്ക് വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിക്കാം. നേരത്തെ പറഞ്ഞാൽ മധ്യസ്ഥ പ്രാർത്ഥന ഈ പല സോണുകളിൽ നമ്മുടെ ഈ ഒരു സോണിലൊക്കെ ഞങ്ങൾക്കുള്ള ഒരു ഇപ്പോഴും ഒരു കുറവിൻ്റെ ഇതെന്ന് പറയുന്നത് മധ്യസ്ഥ പ്രാർത്ഥനകളിൽ കുറവുണ്ട് ഇല്ലെന്നല്ല. കാര്യങ്ങളൊക്കെ വായിച്ച് ഈ നടന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് അവതരിപ്പിച്ചത്. പക്ഷെ എന്തുമാത്രം ഇനിയും ഒരുപാട് പ്രാർത്ഥന ഗ്രൂപ്പുകൾ തുടങ്ങാൻ ഒരുപാട് ഇടവകളുണ്ട്. പക്ഷെ അതൊന്നും ആയിട്ടില്ല. ഇപ്പം നമ്മുടെ ഇവിടെ നടന്നെന്ന് പറഞ്ഞാൽ ഈ ഇതൊക്കെ വായിച്ചെങ്കിലും സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഇനിയും 4 4 സബ്സോണുകൾ ഇനി പ്രയത്നങ്ങൾ പുനഃസംഘടിപ്പിക്കാൻ കഴിയും. 4 സബ്സോണുകൾ അപ്പോൾ ഈ സംഘടിപ്പിച്ചതിനാണ് നമ്മളിപ്പോൾ സബ്സോൺ സർവീസ് രൂപീകരിച്ചത്. പിന്നെ അങ്ങോട്ടുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അത് ഈ പറഞ്ഞ പോലെ സർവീസ് ടീം കൂടെ ശക്തമാണ്. ഈ പറഞ്ഞ പോലെ ആ ലെവലിലേക്ക് പറയുന്നത് അതാണ് സാറിൻ്റെ ഒരു ചിന്ത സാറിവിടെ പങ്കുവച്ചതാണ്. ഇതിൽ നിന്ന് കണ്ട ഒരു പ്രത്യേകതയിൽ നിന്നാണ് ഞാൻ പറഞ്ഞുതരിക. ഇഷ്ടത ഉണ്ടെങ്കിൽ നമ്മൾ ചോദിക്കും. ഇപ്പം ഞാൻ പറഞ്ഞ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്ന് ധ്യാനം കൂടി ഇത് ഒരു മാനസാന്തരം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അനുഭവത്തിൽ നിന്ന് വന്നവരൊക്കെ ആയിരിക്കും. അപ്പം അങ്ങനെയുള്ളവർ നമ്മൾ തല്ലിയാലും ഓടിച്ചാലും അവരെന്ത് ചെയ്യില്ല, പോവില്ല. അവർ തീഷ്ണതയോടെ നിൽക്കും. പക്ഷേ ഇപ്പം നേരത്തെ സാറ് പറഞ്ഞ ഒരാൾ ഹൈന്ദവരായിരുന്നു എന്ന്. ഇതുപോലെ എനിക്ക് അനുഭവമുണ്ട്. എൻ്റെ ഇടവകളിൽ തന്നെ ഇതുപോലെയുള്ളവരുണ്ട്, വ്യക്തികളുണ്ട്. ഈ ഹൈന്ദവരായിരുന്നിട്ട് ക്രിസ്ത്യാനികളാക്കുന്നത് അവർ വലിയ തീഷ്ണതാണ്. ഈ കത്തോലിക്ക് നേരത്തെ ഈ പരമ്പരാഗതമായിട്ടിരുന്ന കത്തോലിക്കിൻ്റെ കാലം ചിലപ്പം തീഷ്ണത അവനായിരിക്കും. കാരണം അവൻ അനുഭവിച്ച സത്യമാണ് ഈ ഒരു ഇത്. അപ്പം ഞാൻ പറഞ്ഞത് ഈ തീഷ്ണത ഉണ്ടാകാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ സോണിൽ അല്ലെങ്കിൽ പുനഃസംഘടന വരെയല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ആദ്യം ചെയ്യേണ്ടത് പ്രാർത്ഥനാ ഗ്രൂപ്പുകളെ ശക്തിപ്പെടുത്തിയാൽ മാത്രമേ അതിൽ നിന്ന് നല്ല നേതൃത്വം സബ്സോൺ ലെവലിലേക്ക് വരും. സബ്സോൺ ലെവലിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് വീണ്ടും സോണൽ ലെവലിലേക്ക് വരും. പക്ഷേ ചിലപ്പോൾ ഈ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് അവിടേക്ക് ഈ സബ്സോണിൽ പോലും പ്രവർത്തിച്ചിട്ടില്ലാത്തവരൊക്കെ എന്ത് ചെയ്തു, സോണൽ സർവീസ് ചെയ്തിട്ടുണ്ട്. അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അവർ ആ തീഷ്ണത അവർക്കില്ല. അപ്പം അതുകൊണ്ട് അതൊക്കെ ഈ ലിസ്റ്റ് തയ്യാറാക്കുന്നതിനുള്ള ഗുണതാണ്. ഈ ലിസ്റ്റ് നമ്മൾ തയ്യാറാക്കണമല്ലേ, അവരുടെ ഗുണതാണ് തീർച്ചയായിട്ടും. അപ്പോൾ ആദ്യം ഈ പറഞ്ഞ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ നിന്ന് അല്ലേ, അവിടെ കോർട്ടിൽ വന്ന് അവിടെ നിന്ന് സബ്സോണിലേക്ക് വന്ന് അവിടെ നിന്ന് സോണിലേക്ക് വന്ന് അവിടെ നിന്ന് വീണ്ടും KCC-യിലേക്ക് പോട്ടെ അല്ലേ, SMTയിലോ ഒക്കെ പോട്ടെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു തീഷ്ണത ഉണ്ടാവും. മറ്റത് അല്ല എങ്കിൽ പറ്റുമെന്നറിയാം. ഈ ഒന്നും അറിയാത്തതുകൊണ്ട് ഇവിടെ വന്നിട്ട് മറ്റു സംഘടനകളെ പോലെ കാണുന്ന ഒരു അവസ്ഥ വരും.